ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിത. എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ തിരൂർ ആണ്. ഞാൻ ഏപ്രിൽ മാസം മുതലാണ് യോഗ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയത്. എൻ്റെ ഒരു കോവർക്കറാണ് എനിക്ക് ലിങ്ക് ഇട്ടത്. അന്ന് മുതൽ ഞാൻ മിക്കവാറും എല്ലാ ക്ലാസ്സിലും കയറുന്നുണ്ട്. എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ തൈറോയിഡിന് ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ 100ൻ്റെ ടാബ്ലറ്റാണ് കഴിച്ചിരുന്നത്. അത് പിന്നെ 75 ആക്കിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞ് 50 കഴിച്ചാൽ മതി, ഇനി തൈറോയ്ഡ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി 50 കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് യോഗയിലൂടെ കിട്ടിയ വലിയൊരു ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ ശ്വാസം മുട്ടലിന് ഇൻഹേലർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഈ 4 മാസത്തിലിടയ്ക്ക് ഞാൻ ഒരു ദിവസമാണ് ഇൻഹേലർ ഉപയോഗിച്ചിട്ടുള്ളത്. അതും എനിക്ക് യോഗയിലൂടെ കിട്ടിയ വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഗ്യാസിൻ്റെ ആണോ എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ, നമുക്ക് പ്രഗ്നൻ്റ് ആയ സമയത്തുണ്ടാവില്ല, വല്ല ഒന്നിൻ്റെ സ്മെല്ല് കേൾക്കാൻ പറ്റായിക, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ വന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കൂടെ ഗ്യാസ്ട്രോൻ്റെ ഒരു മേഡാണ് പിള്ളേരെ കുത്തിവയ്പ്പിന് വന്നത്. ഞാനതാണ്, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്. ജനിച്ച അന്ന് മുതലുള്ള 10 വയസ്സ് വരെയുള്ള കുട്ടികളെ കുത്തിവയ്പ്പാണ് നമ്മുടെ പണി. അപ്പോൾ അന്ന് മാഡം വന്നപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, അത് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലാതെ ഒന്നും ആയിരിക്കില്ല എന്ന് മാഡം എനിക്ക് ടാബ്ലറ്റ് എഴുതി തന്നു. അത് ഒരാഴ്ച കറക്റ്റ് കഴിക്കാൻ പറഞ്ഞു. ആദ്യത്തെ 3 ദിവസം ഡെയിലി 2 നേരം വെച്ചും പിന്നെ ഓരോന്ന് വെച്ചും കഴിക്കാൻ പറഞ്ഞു. അതുപോലെ ഞാൻ കഴിച്ച്. അതിന് ശേഷമാണ് ഞാൻ ഈ യോഗ ക്ലാസ്സിൽ കയറിയത്. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ എനിക്ക് ആ ഗ്യാസിൻ്റെ പ്രശ്നം വെച്ചാൽ അങ്ങനത്തെ ഒരു അസുഖം പിന്നെ എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ അതും ഈ യോഗയിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 57 വയസ്സായി. ഏറ്റവും പ്രായം കൂടിയ സ്റ്റുഡൻറ്റ് ഞാനായിരിക്കും ടീച്ചറിൻ്റെ. അപ്പോൾ എൻ്റെ ബോഡി അങ്ങനെ ടീച്ചർ ചെയ്യണ പോലെയൊക്കെ ആവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുറേയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്, അല്ലാതെ ബുദ്ധിമുട്ടില്ല. എന്നാലും എത്രയും മാറ്റമാണ് ശരീരത്തിന്, നല്ല മാറ്റം വന്നിട്ടുണ്ട് ശരീരത്തിന്. അപ്പോൾ അത് ഒത്തിരി താങ്ക്സാണ് ടീച്ചറിനോട് പറയാനുള്ളത്. ഈ യോഗയിലൂടെ എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാറുണ്ട് ലിങ്ക്. ആരെങ്കിലും കയറിയോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാ ഫാമിലി ഗ്രൂപ്പിലും, SLC ബാച്ച്, കോളേജ് ബാച്ച്, നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ബാച്ച് എല്ലാറ്റിലും ഞാൻ വിട്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് നന്ദിയുണ്ട്. യോഗ ഇനിയും ഞാൻ തുടരണം എന്നാണ്. കാരണം ആ 1 മണിക്കൂർ മാത്രമേ എനിക്ക് യോഗ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു ദിവസം പോലും, ഒരു സമയം പോലും എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ടീച്ചർ പറഞ്ഞ് എല്ലാവരും പഠിക്കണം എന്നൊക്കെ, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. ഒരു പ്രാവശ്യം പോലും ചെയ്ത് നോക്കാൻ. ഞാൻ 7 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും തീർത്ത് കാത്തിരിക്കും. വീട്ടിലെ പണി മാത്രമല്ല, നമുക്ക് ഈ കുത്തിവയ്പ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അത് സൈറ്റിൽ ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും നെറ്റും കിട്ടില്ല. അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ചെയ്ത് തീർക്കാൻ. അപ്പോൾ ഇതെല്ലാം എനിക്ക് യോഗയിൽ കൂടെ കിട്ടിയ മാറ്റങ്ങളാണ്.